ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഓവർസിയർ ഗ്രേഡ് 3 വർക്ക് സൂപ്പറിൻറ്റൻഡന്റ് ഗ്രേഡ് 2വിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വീഡിയോ നമ്മൾ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തു. അതുപോലത്തെ മോക്ക് ടെസ്റ്റുകൾ ഇനിയും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ 2 ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള ചില തേർഡ് ഗ്രേഡ് എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 2019 നടന്ന PWD ഇറിഗേഷൻ ഹാർബർ എഞ്ചിനീയറിംഗിന്റെ ഓവർസിയർ ഗ്രേഡ് 3യുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് ഈയിടെയാണ് പബ്ലിഷ് ചെയ്തത്. നമുക്കറിയാം ഒരുപാട് പേര് ചിലപ്പോൾ അതിൽ മെയിൻ ലിസ്റ്റിൽ ഉണ്ടാവും. 1500ഓളം പേരുടെ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അതിൽ ചില ക്വസ്റ്റ്യൻസ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. 9ഓളം ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്തിട്ടാണ് ഇതിന്റെ ഫൈനൽ ആൻസർ കീ വന്നത്. ആദ്യം ഒരു പ്രൊവിഷണൽ ആൻസർ കീ വന്നു, പിന്നെ ഒരു ഫൈനൽ ആൻസർ കീ വന്നു. അതിനുശേഷം ഫൈനൽ ആൻസർ കീയിലും എറർ ഉണ്ടായിട്ട് വീണ്ടും ഫൈനൽ ആൻസർ കീ വീണ്ടും റിവൈസ് ചെയ്യപ്പെട്ടു. സോ അങ്ങനെ ഒരുപാട് പേർക്ക് ഇതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ആയി പോയതുകൊണ്ട് മാർക്ക് കുറഞ്ഞവരും കൂടിയവരും ഒക്കെ ഉണ്ടാവും. എന്തായാലും ലിസ്റ്റ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇലക്ഷൻ്റെ ഇതായതുകൊണ്ട് ഇലക്ഷന് ശേഷം ഒരു പക്ഷേ അതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സുകളിലേക്കൊക്കെ PSC കടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഈ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഇപ്പോൾ പുതുതായി വരുന്ന ക്വസ്റ്റ്യൻസുകൾ എടുക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് ഇപ്പോൾ എന്താണ് ഒരു ട്രെൻഡ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എങ്ങനെയാണ് പോകുന്നത് എന്നറിയാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതും ഒരു തേർഡ് ഗ്രേഡ് ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഈ ഒരു അവസരത്തിൽ ഇത് ഡിസ്കസ് ചെയ്യാൻ എടുത്തിട്ടുള്ളത്. കാരണം ജനുവരി 8-ാം തീയതി വരാൻ പോകുന്നതും ഒരു തേർഡ് ഗ്രേഡ് ഓവർസിയറുടെ എക്സാം ആണ്. നിങ്ങൾക്ക് മുമ്പത്തെ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഓവർസിയർ ഗ്രേഡ് 3യിലുള്ള 2 ക്വസ്റ്റ്യൻ പേപ്പറുകൾ കാണാം. പാർട്ട് 1 മുതൽ 10 വരെയും 11 മുതൽ 20 വരെയും. 21ാമതായിട്ട് നമ്മൾ ചെയ്തത് ഒരു മോക്ക് ടെസ്റ്റ് ആയിരുന്നു. മോക്ക് ടെസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PWD തേർഡ് ഗ്രേഡിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. നിങ്ങൾക്കറിയാം ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് CADന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ആദ്യത്തെ വീഡിയോയിൽ വരുന്നത് CADുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. CAD സ്റ്റാൻഡ്സ് ഫോർ CADD എന്നുള്ളത് എന്താണ്, അതിന്റെ എക്സ്പാൻഷൻ എന്നുള്ളതാണ്. ഇതൊരു അബ്രീവിയേഷൻ ആണ്. എന്താണ് അതിന്റെ എക്സ്പാൻഷൻ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ പലർക്കും ഈ ക്വസ്റ്റ്യൻ മുതൽ തന്നെ തെറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം തേർഡ് ഗ്രേഡിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. നമ്മൾ ഒരുപക്ഷെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ത് ചെയ്യുക, ചോദിക്കുക. നമുക്ക് അതിനേക്കാൾ വലുതായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നുണ്ടാവും, എല്ലാം അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയുന്നുണ്ടാവും. പക്ഷേ അതിനെക്കുറിച്ചുള്ള ചെറിയ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, തെറ്റിക്കും. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കുക. CAD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിംഗ് ആണ്. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിംഗ്, ഓപ്ഷൻ A ആണ് ഇതിന്റെ ആൻസർ. ഇനി കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് ഡ്രോയിങ് എന്നുള്ളതും അതേപോലെ തന്നെ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രോയിങ് ആൻഡ് ഡിസൈൻ എന്നുള്ളതും ഒക്കെ ചില സ്ഥലങ്ങളിൽ നമ്മൾ CADന്റെ ഡെഫിനിഷൻ ആയിട്ട് കണ്ടിട്ടുണ്ട്. എന്നാലും CADന്റെ പ്രൈമറി ആയിട്ടുള്ള എക്സ്പാൻഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിംഗ് ആണ്. എന്തുകൊണ്ടാണ് ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിംഗ് എന്ന് പറയാനുള്ള കാരണം? നമുക്കറിയാം CAD എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിക്കുന്നത്, AutoCAD എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിക്കുന്നത് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? ഡ്രാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് CAD ഉപയോഗിക്കുന്നത്. സിവിൽ എഞ്ചിനീയേഴ്സ് മാത്രമല്ല, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സും അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, AutoCAD യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ AutoCADൽ നമുക്ക് 2D ഡ്രോയിങ്ങും അതേപോലെ തന്നെ 3D ഡ്രോയിങ്ങും വളരെ ആക്യുറേറ്റ് ആയിട്ട് വരയ്ക്കാം. മുമ്പ് കാലത്തൊക്കെ നമുക്ക് ഇതുപോലെ സോഫ്റ്റ്വെയറുകളില്ല. ബൈ ഹാൻഡ്, ഫ്രീ ഹാൻഡ് ആയിട്ടാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. ഹാൻഡും സ്കെയിലും ഉപയോഗിച്ചിട്ടാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂടുതൽ സമയമെടുക്കും, അതേപോലെ തന്നെ കോംപ്ലിക്കേറ്റഡ് ആണ്, അതേപോലെ തന്നെ ചെറിയ ചെറിയ തിരുത്തലുകളൊന്നും സാധിക്കില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ബൈ ഹാൻഡ് കൊണ്ട് വരയ്ക്കുമ്പോൾ ഉണ്ടാവും. എന്നാൽ AutoCAD എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ ആക്യുറേറ്റ് ആയിട്ടാണ് ഓരോ പോയിന്റുകളും എന്ത് ചെയ്യുന്നത്, പിക്ക് ചെയ്യപ്പെടുന്നത്. അതേപോലെ തന്നെ ഓരോ ഡയമെൻഷൻസും ഓരോ ലെങ്ത്തുകളും മെഷർ ചെയ്യപ്പെടുന്നതും വരയ്ക്കുന്നതും ഒക്കെ വളരെ ആക്യുറേറ്റ് ആയിട്ടാണ്. അപ്പോൾ
ഇത്രയും ആക്യുറസിയിൽ നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഓട്ടോകാഡ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറും അതേപോലെ തന്നെ അതിന്റെ ഡ്രോയിങ് ടൂൾസും. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ കമാൻഡ് ദാറ്റ് അലൗസ് ടു ഡ്രോ ലൈൻസ് അറ്റ് റൈറ്റ് ആംഗിൾസ് ഓൺലി. ഏത് കമാൻഡാണ് ഓട്ടോകാഡിലുള്ള ഏത് കമാൻഡാണ് ലൈനുകളെ റൈറ്റ് ആംഗിളിൽ മാത്രം വരയ്ക്കാൻ അനുവദിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. പലരും ഈ കമാൻഡ് ഉപയോഗിച്ചിട്ടുണ്ടാവും. ഈ കമാൻഡിന്റെ പേര് ഓർത്തോ എന്നാണ്. നിങ്ങൾക്ക് നമ്മളുടെ ഓട്ടോകാഡിന്റെ സ്ക്രീൻ എടുക്കുമ്പോൾ ആ ഓട്ടോകാഡിന്റെ സ്ക്രീനിന്റെ ഏറ്റവും താഴെയായിട്ട് റൈറ്റ് ആംഗിൾ സിമ്പൽ കാണിച്ചിട്ടുള്ള ഒരു ചെറിയ സിമ്പൽ നിങ്ങൾക്ക് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കാണാം. അതെന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ അതാണ് എന്ത് ഓർത്തോ എന്ന് പറഞ്ഞ കമാൻഡ്. ഓർത്തോ എന്ന് പറഞ്ഞുള്ള കമാൻഡ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് ഓൺ ആക്കി ഇട്ടുകൊണ്ട് നമ്മളൊരു ലൈൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ലൈനുകൾ ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കാൻ കഴിയില്ല. മറിച്ച് ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കേഴ്സർ മൂവ് ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈനുകളെ കൃത്യം 90 ഡിഗ്രിയിൽ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഓർത്തോ എന്നുള്ള കമാൻഡ് ഓൺ ആക്കിയിട്ടാൽ മതി. ഓക്കെ, ഇനി ബാക്കിയുള്ള ഓപ്ഷൻ നോക്കുമ്പോൾ അത്ര ഡിസ്കസ് ചെയ്യേണ്ട ഓപ്ഷൻസ് ഒന്നുമില്ല. ഒന്ന് പെർപെൻഡ് ആണുള്ളത്. പെർപെൻഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടേം അല്ല. നമ്മൾ ബ്രിക്ക് മേസൺറിയിൽ അവിടെ പറയുന്ന ഒരു ഡെഫിനിഷൻ ആണ് എന്ത് പെർപെൻഡ് എന്നുള്ളത്. വെർട്ടിക്കൽ ജോയിന്റുകളെ നമ്മൾ പറയാറുള്ളത് എന്താണ്, പെർപെൻഡ് എന്നാണ്, അല്ലെ? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കമാൻഡ് ഈസ് യൂസ് ടു സെറ്റ് ഡ്രോയിങ് ബൗണ്ടറീസ്? ഡ്രോയിങ് ബൗണ്ടറികൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോകാഡിൽ ഉപയോഗിക്കുന്ന കമാൻഡ് ഏതാണ് എന്നുള്ളതാണ്. ഇതിന്റെ ആൻസർ ലിമിറ്റ് കമാൻഡ് ആണ്. ലിമിറ്റ് എന്ന് പറഞ്ഞ കമാൻഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലിമിറ്റ് നമ്മൾ സെറ്റ് ചെയ്യാറുള്ളത് എന്താണ്, നമ്മളുടെ ഡ്രോയിങ് എവിടം വരെ ഏത് ബൗണ്ടറിയുടെ ഉള്ളിൽ നിർത്തിയിട്ടാണ് നമ്മളുടെ ഓട്ടോകാഡ് ഡ്രോയിങ് വരയ്ക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിമിറ്റ് കമാൻഡ് ഉപയോഗിക്കുന്നത്. ഇനി വാട്ട് ഈസ് ട്രിം കമാൻഡ്? ട്രിം കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈന് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ടുണ്ടെങ്കിൽ ആ ലൈന് മുറിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രിം എന്നുള്ള കമാൻഡ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഈ കമാൻഡ് നമ്മളെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കമാൻഡാണ് ട്രിം എന്നുള്ള കമാൻഡ്. അപ്പൊ ട്രിം എന്നുള്ള കമാൻഡ് നമ്മൾ എന്താണ്, ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലോ അതല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു ലൈന് ഇടയ്ക്ക് വന്നിട്ടുണ്ടെങ്കിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ കട്ട് ചെയ്ത് അല്ലെങ്കിൽ ട്രിം ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, അപ്പൊ ട്രിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യൽ റിമൂവിംഗ് ആണ്. നമുക്കൊരു ലൈനിനെ എന്ത് ചെയ്യാം, പാർഷ്യൽ ആയിട്ട് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രിം ഉപയോഗിക്കാം. അതല്ലെങ്കിൽ എറൈസ് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. എറൈസ് നമ്മൾ സാധാരണ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് ആയിട്ട് ആ ലൈൻ എന്ത് ചെയ്യും, എറൈസ് ചെയ്യപ്പെടും. ഇതാണ് എറൈസ് കമാൻഡ്. ഇനി വാട്ട് ഈസ് എക്സ്ക്ലൂഡ് കമാൻഡ്? എക്സ്ക്ലൂഡ് കമാൻഡ് എന്ന് പറഞ്ഞാൽ ചില കോമ്പണന്റുകൾ ഒരു മെഷീൻ പാർട്ടിന്റെ ഒക്കെ ഒരു സെക്ഷണൽ വ്യൂ വരയ്ക്കുമ്പോൾ അതിന്റെ ചില ഭാഗങ്ങൾ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ, ചില കോമ്പണൻസ് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ എക്സ്ക്ലൂഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിലൂടെ കോമ്പണൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കിക്കൊണ്ട് സെക്ഷണൽ ഡ്രോയിങ് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കമാൻഡ് ഈസ് യൂസ് ടു എറൈസ് എ പാർട്ട് ഓഫ് ആൻ ഒബ്ജക്ട് ബിറ്റ്വീൻ 2 പോയിന്റ്സ്? 2 പോയിന്റുകൾക്കിടയിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ ഒരു ഭാഗത്തിനെ നമുക്ക് എറൈസ് ചെയ്ത് കളയണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡ് ഏതാണ് എന്നുള്ളതാണ്. ക്ലോസ്, ഫിനിഷ്, കംപ്ലീറ്റ്, ബ്രേക്ക് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ ഇതിന്റെ ആൻസർ മനസ്സിലാവും. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. 2 പോയിന്റുകൾക്കിടയിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ ഭാഗത്തിന് മാത്രം നമുക്ക് എടുത്ത് കളയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് ബ്രേക്ക് കമാൻഡാണ്. അപ്പൊ എന്താണ് ഈ ബ്രേക്ക് കമാൻഡും ട്രിം കമാൻഡും തമ്മിലുള്ള വ്യത്യാസം? ബ്രേക്ക് കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റുകൾ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ 2 ബ്രേക്ക് പോയിന്റ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്രേക്ക് പോയിന്റ്സിന് ഇടയ്ക്കുള്ള പാർട്ടിനെ നമുക്ക് ഈസി ആയിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം. അവിടെ ഒരു ഫിക്സഡ് എഡ്ജ് വേണമെന്നോ അതല്ലെങ്കിൽ ഒരു ലൈന് മറ്റൊന്നിനെ കട്ട് ചെയ്ത് പോകണമെന്നോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ട്രിമ്മിൽ അങ്ങനെയല്ല. ട്രിമ്മിൽ എന്താണ്, നമുക്കൊരു ഭാഗത്തിന്, ഒരു ഒബ്ജക്റ്റിന്റെ ഭാഗത്തിനെ സിമ്പിൾ ആയിട്ട് ട്രിം ചെയ്ത് കളയണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ട്രിം കമാൻഡ് ഉപയോഗിക്കാം. ബ്രേക്ക് കമാൻഡ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 2 ബ്രേക്ക് പോയിന്റ്സ് കൊടുത്തിട്ട് ആ ബ്രേക്ക് പോയിന്റ്സിന്റെ ഇടയ്ക്കുള്ളത് ഡിലീറ്റ് ചെയ്ത് കളയാനോ അല്ലെങ്കിൽ ഒഴിവാക്കി എറൈസ് ചെയ്ത് കളയാനാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ 2 പോയിന്റുകൾ ഫിക്സ് ചെയ്തതിന് ശേഷം ആ ബ്രേക്ക് കമാൻഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്തിനെ എറൈസ് ചെയ്ത് കളയാൻ സാധിക്കും. ഓക്കെ, ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ടു എറൈസ് എ പ്രീവിയസ്ലി ഡ്രോൺ ലൈൻ, വിച്ച് ഓപ്ഷൻ ഇൻ ലൈൻ കമാൻഡ് ക്യാൻ ബി യൂസ്ഡ്? മുൻപ് നമ്മൾ വരച്ചിട്ടുള്ള ഒരു ലൈനിനെ നമുക്ക് എന്ത് ചെയ്യണം, ഒഴിവാക്കണം, എറൈസ് ചെയ്ത് കളയണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ വരച്ചിട്ടുള്ള ഒരു ലൈനിനെ എറൈസ് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്ത് കളയാം. അതല്ലാതെ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തൊട്ട് മുൻപ് വരച്ചിട്ടുള്ള ഒരു ലൈനാണ്,
അതിനെ നമുക്ക് എറൈസ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ അൺഡു എന്നുള്ള കമാൻഡ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അൺഡു എന്നുള്ള കമാൻഡ് ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മൾ എന്താണോ ഒരു സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളത് ആ സ്റ്റെപ്പിന്റെ നേരെ ബാക്കോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ പ്രീവിയസ്ലി ഡ്രോൺ ആയിട്ടുള്ള ഒരു ലൈൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അൺഡു അടിക്കുന്നതോടുകൂടി അത് ഓട്ടോമാറ്റിക്കലി ഒഴിവായി പോകും. എന്നാൽ എറൈസ് കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ലൈനാണോ എറൈസ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്തതിന് ശേഷം ഡെലീറ്റ് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ എറൈസ് കൊടുത്താൽ മാത്രമേ അത് ഒഴിവായി പോവുള്ളൂ. അപ്പോൾ അൺഡു എന്നുള്ള കമാൻഡാണ് ശരിക്കും തൊട്ട് മുമ്പ് വരച്ചിട്ടുള്ള ലൈനാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അൺഡു കമാൻഡ് കൊടുത്താൽ മതി. ഓക്കെ, എറൈസ് കമാൻഡ് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം, ഏത് ലൈൻ ഒഴിവാക്കാൻ വേണമെങ്കിലും ഉപയോഗിക്കാം. പ്രീവിയസ്ലി ഡ്രോൺ മാത്രമല്ല കേട്ടോ, ഏത് ലൈനും വേണ്ടി ഉപയോഗിക്കാം. പക്ഷെ അൺഡു എന്ന് പറഞ്ഞ കമാൻഡ് തൊട്ട് മുമ്പുള്ള ലൈന് അല്ലെങ്കിൽ തൊട്ട് മുമ്പുള്ള ഡ്രോയിങ് ഒഴിവാക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ കമാൻഡ് യൂസ്ഡ് ടു ജോയിൻ ടു നോൺ പാരലൽ ലൈൻസ് ബൈ ഡ്രോയിങ് എ ബെവൽഡ് ലൈൻ. ഒരു ബെവൽഡ് ലൈന് വരച്ചുകൊണ്ട് രണ്ട് നോൺ പാരലൽ ആയിട്ടുള്ള ലൈൻ, നോൺ പാരലൽ എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ട് ചെയ്യാൻ പോകുന്ന ലൈനുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി, ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് കമാൻഡാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇതിന്റെ ആൻസർ എന്താണ്? ബെവൽഡ് ലൈനാണ് വരയ്ക്കേണ്ടെങ്കിൽ അതിനെ ചെയിംഫർ എന്നാണ് പറയാം. ഓക്കെ, ചെയിംഫർ എന്ന് പറയും. എന്നാൽ ഇതേപോലെ തന്നെ രണ്ട് നോൺ പാരലൽ ലൈനുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഫില്ലറ്റ് കമാൻഡ് ഉപയോഗിക്കാം. ഫില്ലറ്റ് കമാൻഡ് ഉപയോഗിക്കുമ്പോൾ 0 ഡിഗ്രി ഫില്ലറ്റും ഉണ്ട്, അതേപോലെ തന്നെ ഒരു ആംഗിളിൽ ഒരു റേഡിയസിലുള്ള ഫില്ലറ്റും ഉണ്ടാവും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്ക് ഈ താഴെ കാണിച്ചിരിക്കുന്നതിൽ ഇതെന്താണ്? ഒരു ഫില്ലറ്റ് കമാൻഡാണ്. രണ്ട് നോൺ പാരലൽ ലൈൻസ് ആണ് അതിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഫില്ലറ്റ് കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു നിശ്ചിത റേഡിയസിലാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ 0 റേഡിയസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യം 90 ഡിഗ്രിയിൽ എന്ത് ചെയ്യും? അത് രണ്ടും വന്ന് മീറ്റ് ചെയ്യും ഫില്ലറ്റ് കമാൻഡ് കൊടുക്കുകയാണെങ്കിൽ. ആൻഡ് ചെയിംഫേർഡ് കമാൻഡിൽ എന്താണ് ചെയ്യുന്നത്? ഒരു ബെവൽഡ് ആയിട്ടാണ്. രണ്ട് നോൺ പാരലൽ ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ 90 ഡിഗ്രിയിലല്ല എന്ത് ചെയ്യുന്നത്, അത് മീറ്റ് ചെയ്യുന്നത്, മറിച്ച് ഒരു ബെവൽ ഷേപ്പിലാണ് അത് കട്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ, ട്രിം നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി മറ്റൊരു കമാൻഡ് എക്സ്റ്റെൻഡ് ആണ്. എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വിടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ എക്സ്റ്റെൻഡ് കമാൻഡ് ഉപയോഗിക്കാം. എവിടം വരെ അത് എക്സ്റ്റെൻഡ് ചെയ്യും? നമ്മൾ തൊട്ട് അതിന്റെ ഒബ്ജക്റ്റുകളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ തൊട്ട് ഫ്രണ്ടിൽ എവിടം വരെയാണോ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് അത് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈന് എന്ത് ചെയ്യും? നമുക്ക് എവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്യണോ അവിടം വരെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. ഓക്കെ, വാട്ട് ഈസ് റൊട്ടേറ്റ് കമാൻഡ്? ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തതിന് ശേഷം RO എന്ന് പ്രസ് ചെയ്തിട്ട് അതിന്റെ പോയിന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യാൻ പറ്റും? റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ റൊട്ടേറ്റ് കമാൻഡ് അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫംഗ്ഷൻ കീ F10 ഈസ് യൂസ്ഡ് ഇൻ ഓട്ടോകാഡ് ഫോർ. F10 എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ കീ ഓട്ടോകാഡിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഓട്ടോകാഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ കീസ് ആണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. F1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്പാണ്, F2 എന്ന് പറഞ്ഞാൽ പ്രീവിയസ് കമാൻഡ്, F3 ഒബ്ജക്ട് സ്നാപ്പ്, F4 3D ഒബ്ജക്ട് സ്നാപ്പ്, F7 ഗ്രിഡ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും, F8 ഓർത്തോ ഓൺ ആക്കാനും ഓഫ് ആക്കാനും, F9 ഗ്രിഡ് സ്നാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, F10 പോളാർ ട്രാക്കിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഇതിന്റെ ആൻസർ എന്താണ്? പോളാർ ട്രാക്കിംഗ് ആണ്. F10 പോളാർ ട്രാക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ ഫംഗ്ഷൻ കീയും അത്ര ഇമ്പോർട്ടന്റ് അല്ല. നമ്മൾ പഠിക്കേണ്ട ചില ഫംഗ്ഷൻ കീസ് ആണ് ഇപ്പൊ മുകളിൽ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. ഒന്ന് സ്നാപ്പ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും നമ്മൾ ഉപയോഗിക്കുന്നത് F9 ആണ്. ഗ്രിഡ് സ്നാപ്പ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഉപയോഗിക്കുന്നത് F9 ആണ്. ഗ്രിഡ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് F7 ആണ്. ദെൻ ഓർത്തോ ഓൺ ആക്കാനും ഓഫ് ആക്കാനും നമ്മൾ ഉപയോഗിക്കുന്നത് F8 ആണ്. അതേപോലെ തന്നെ പോളാർ ട്രാക്കിങ്ങിന് F10. ഇപ്പോൾ സ്നാപ്പ് F9, ഗ്രിഡ് F7, ഓർത്തോ F8 ആൻഡ് പോളാർ ട്രാക്കിംഗ് F10. ഇനി എന്താണ് ഈ പോളോ ട്രാക്കിംഗ് കമാൻഡ്? പോളോ ട്രാക്കിംഗ് കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കേഴ്സറിന്റെ മൂവ്മെന്റിന് ഒരു സ്പെസിഫിക് ആംഗിളിൽ ഒരു പോളാർ പാത്തിലേക്ക് എന്ത് ചെയ്യാത് കാണിച്ചു തരും. അതായത് നമുക്കിപ്പോൾ ഒരു ആംഗിളിൽ ഒരു ലൈൻ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ആ ആംഗിൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാതെ തന്നെ നമുക്ക് ഈ പോളോ ട്രാക്കിംഗ് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ എത്ര ആംഗിളിലോട്ടാണ് എന്ത് ചെയ്യേണ്ടത്, അതിനെ കണക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ ലൈൻ വരയ്ക്കേണ്ടത് എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി അതിൽ കാണിച്ചു തരും. അപ്പോൾ നമ്മൾ ഡ്രോയിങ് കുറച്ചും കൂടെ ഫാസ്റ്റർ ആവും. അതാണ് ഈ പോളോ ട്രാക്കിങ്ങിന്റെ ഗുണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് കമാൻഡ് ഈസ് യൂസ് ടു എക്സിറ്റ് ഫ്രം എ ഡ്രോയിങ് ഫയൽ ഇൻ ഓട്ടോകാഡ് എന്നാണ്. ഒരു ഓട്ടോകാഡ് ഫയലിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓട്ടോകാഡ് കമാൻഡ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. പക്ഷേ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഡെലീറ്റഡ് ആണ് ആക്ച്വലി. പക്ഷേ ഇത് എക്സിറ്റ് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഇല്ല. പകരം നമുക്ക് ക്വിറ്റ് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. ഒരു ഓട്ടോകാഡ് ഫയലിൽ നിന്ന് നമ്മൾ ഇപ്പോൾ പ്രീവിയസ്ലി സേവ്ഡ് ആയിട്ടുള്ള ഒരു ഓട്ടോകാഡ് ഫയൽ ആണെങ്കിൽ
നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ, അതിൽ നിന്ന് എക്സിറ്റ് ആയി പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വിറ്റ് എന്ന് പറഞ്ഞ കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് AutoCAD ഫയലിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ആവാൻ സാധിക്കും. അപ്പോൾ ഇതിന്റെ ആൻസർ ശരിക്കും ഓപ്ഷൻ ബി ആണ്. പ്രൊഫഷണൽ ആൻസർ കീയിൽ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിന്റെ ഫൈനൽ റിവൈസ്ഡ് ആൻസർ കീ വന്നപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. മേ ബി ഇതിന് ഒരുപാട് കംപ്ലൈന്റുകൾ പോയതുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുക, ഇത് PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവുക. ആക്ച്വലി ഇത് ബി എന്ന് എഴുതിയിട്ടുള്ള ആളുകൾക്ക് ഇത് എന്താണ്, ആക്ച്വലി ഇതിന്റെ മാർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഒരുപാട് പേര് ചിലപ്പോൾ അത് ശരിയാക്കിയിട്ടുണ്ടാവും. പക്ഷേ PSC ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടില്ല. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ലെറ്റേഴ്സ് ആൻഡ് ന്യൂമറൽസ് ആർ ഡെസിഗ്നേറ്റഡ് ബൈ ദെയർ. സാധാരണയായിട്ട് കാണുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ ഡ്രോയിങ് ഷീറ്റിലൊക്കെ വരയ്ക്കുന്ന ഒരു നമ്പറോ അതല്ലെങ്കിൽ ലെറ്ററൊക്കെ നമ്മൾ ഡ്രോയിങ് ഷീറ്റിൽ വരയ്ക്കുമ്പോഴോ അതല്ലെങ്കിൽ ഓട്ടോകാഡിലൊക്കെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ സൈസ് പറയുന്നത് എന്തിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ ഹൈറ്റ് ആണ്. അപ്പോൾ ഹൈറ്റിനെ വെച്ചുകൊണ്ടാണ് എപ്പോഴും ലെറ്റേഴ്സും നമ്പേഴ്സും ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഡ്രോയിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രോയിങ്ങിൽ ഓരോ ലെറ്ററുകളും അതേപോലെ തന്നെ ന്യൂമറൽസിനെ പറ്റിയും പറഞ്ഞിട്ടുള്ളത് അതിന്റെ ഹൈറ്റിന്റെ സൈസിനെ ബേസ് ചെയ്തിട്ടാണ്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് A2 ഷീറ്റ്, ട്രിമ്മഡ് A2 ഷീറ്റിന്റെ സൈസ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഇത് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ചോദ്യമാണ്. വീണ്ടും എന്ത് ചെയ്തു, 2019 ക്വസ്റ്റ്യൻ പേപ്പറിൽ വീണ്ടും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന്. നമ്മൾ എത്രത്തോളം നമ്മൾ തറോ ആവുകയാണ് ഓരോ ക്വസ്റ്റ്യനുമായിട്ടും. വീണ്ടും വീണ്ടും ആ ക്വസ്റ്റ്യൻ ആണ് എന്നാലും എന്ത് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നത്. അപ്പോൾ A2 ഡ്രോയിങ് ഷീറ്റിന്റെ സൈസ് എത്രയാണ്? ഇതിന് ഞാൻ ഒരു വഴി പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ ഡ്രോയിങ് ഷീറ്റിന്റെ സൈസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. നമ്മൾ ഏറ്റവും A4 മാത്രം പഠിക്കുക, 210/297 എന്നുള്ളത് മാത്രം പഠിക്കുക. 210/297 എന്നുള്ളത് അടുത്തതിലെത്തുമ്പോൾ 297/210 ഇരട്ടിയായിരിക്കും, 420. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് A4 കഴിഞ്ഞ് A3 കഴിഞ്ഞു. A3യുടെ മുകളിൽ A2 വരുമ്പോൾ എന്ത് ചെയ്യും, 297/420 എന്ന് പഠിച്ച് 420 അവിടെ നിർത്തിയിട്ട് 297 ഡബിൾ ചെയ്യും. അപ്പോൾ 594 എന്ന് കിട്ടും. അപ്പോൾ 420/594 ആണ് എന്ത് A2 ഡ്രോയിങ് ഷീറ്റ്. ഇനി അടുത്തത് A1ഉം A0യും എടുക്കുമ്പോൾ 594 അവിടെ നിർത്തി എന്നിട്ട് 420 ഡബിൾ ചെയ്യും. അപ്പോൾ 840 എന്ന് കിട്ടും. നമുക്കറിയാം A1ലും A0യിലും കട്ടിംഗ് അലവൻസ് കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരു 1 mm എക്സ്ട്രാ അതിൽ വരും. അതാണ് 841 ആവാനുള്ള കാരണം. ദെൻ അടുത്തതിൽ 841നെ അവിടെ നിർത്തി 594 ഡബിൾ ചെയ്യുക. അപ്പോൾ 594 ഡബിൾ ചെയ്യുമ്പോൾ നമുക്ക് 1188 എന്ന് കിട്ടും. പക്ഷെ 1188ൽ ഒരു mm കട്ടിംഗ് അലവൻസ് ആയിട്ട് കൊടുക്കണം. അതാണ് 1189 വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ A2 ഷീറ്റ് ട്രിമ്മഡ് സൈസ് ആണെന്നുണ്ടെങ്കിൽ ഇത് 420/594 ആണ് ഇതിന്റെ ആൻസർ വരിക. അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.